السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അതിയായ ജാഗ്രതയും താല്പര്യവും കാണിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഏറെ ഭയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്നും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു വച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ള, തൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല തഖൂമു സ്സാഅ ഹത്താ തൽഹഖൽ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ വഹത്താ തഅബുദ ഖബായില മിൻ ഉമ്മത്തി അൽ ഔസാൻ. മുശ്രിക്കീങ്ങളോട് ചേരുന്നതുവരെ, എൻ്റെ ജനതയിൽ നിന്നൊരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നും, അതേപോലെ തന്നെ എൻ്റെ ജനതയിൽ നിന്ന് അധികം ആളുകളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരേക്കും അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരുമെന്നും ശിർക്ക് എന്താണ് എന്നും ആ ശിർക്ക് ആദ്യം തുടങ്ങി വെച്ചത് ആരായിരുന്നു എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ 10 തലമുറയിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ലെന്നും, നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കുകയും പിന്നീട് അവരെ വിളിച്ച് ആരാധിക്കുകയും ചെയ്യുന്നതാണ് ലോകത്താദ്യമായി സംഭവിച്ച ശിർക്ക് എന്നും അതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് ശിർക്ക് തുടങ്ങിയത് എങ്കിൽ ഇതിൻ്റെ ഒരുപാട് വകഭേദങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശിർക്കല്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൃത്യമായ ശിർക്കൻ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന, എന്താണോ ഇവിടെ അമുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ വിശ്വാസവുമായി കൊണ്ടു നടക്കുന്നത്, അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, അതേ ആരാധനാ കർമ്മങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന, മുസ്ലിം ഉമ്മത്തിനെ ചെന്നെത്തിക്കുന്ന, നരകത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ വിശേഷമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന അധികം ആളുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഫക്ക് മുകളിലൂടെ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് എന്ന്. അപ്പം അത്രക്ക് എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് കടന്നുകൂടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ മുസ്ലിം സമൂഹത്തിലേക്ക് ഇന്ന് വിവിധ രൂപത്തിലാണ് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെട്ടിയുണ്ടാക്കപ്പെട്ട മക്ബറകൾ എന്ന് പറയുന്നത്. ഖബർ സിയാറത്ത് അത് ഇസ്ലാം സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹ. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ നീണ്ട കാലഘട്ടം ഖബർ സിയാറത്ത് മുസ്ലിമീങ്ങൾക്ക് നിരോധമായിരുന്നു. ഖബർ സിയാറത്ത് നടത്താൻ പാടില്ലായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഖബർ സിയാറത്ത് നടത്തിക്കൊള്ളുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? തുദക്കിറുകുമുൽ മൗത്ത്, മരണചിന്ത നിങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വതുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ പരലോകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തേണ്ടത്. നിങ്ങളുടെ ഹൃദയം ലോലമാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? ഇതുപോലെ ഞാനും പോയി കിടക്കേണ്ടവനാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ടാകാൻ, ഇവിടെയും കടന്ന് നാളെ പാരത്രിക ലോകത്തേക്ക് ഉയർത്തെഴുന്നേൽച്ച് വരാനുള്ളതാണ് എന്നുള്ള ചിന്തയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നീ ഖബർ സിയാറത്ത് നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് ഖബറിൻ്റെ അരികിലേക്ക് പോവുകയാണ് എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് മരണത്തെക്കുറിച്ച് ഓർക്കൽ, 2 പരലോകത്തെക്കുറിച്ച് ഓർക്കൽ എന്നുള്ളതാണ്. ഈ 2 ലക്ഷ്യങ്ങളെക്കാൾ അല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടി ഖബർ സിയാറത്ത് നമ്മൾ നടത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് പ്രധാനമായും 3 തരം ആളുകളാണ് ഇത്തരം ഖബറുകളിൽ സന്ദർശിക്കുന്നതായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഖബറാളിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഖബറിൽ കിടക്കുന്ന ആളുകളോട് തൻ്റെ സങ്കടങ്ങളും തൻ്റെ പ്രശ്നങ്ങളും തൻ്റെ പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തൊരു വിഭാഗം, തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമേ എന്ന് ഖബറാളികളോട് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇന്ന പ്രതിസന്ധിയിലാണ്, എനിക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹുവിനോട് എൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് ഖബറാളികളോട് പറയാൻ വേണ്ടി, അവരോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു വിഭാഗം ആളുകൾ ഖബറിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 3 തരത്തിലാണ് ആളുകൾ ഖബർ സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോകുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു എന്നും ഇന്നു മുതൽ നിങ്ങൾക്ക് പോകാമെന്നും ആ പോകുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു. അതല്ലാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടി, അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി, അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ആവശ്യപ്പെടാൻ വേണ്ടി, അങ്ങനെ നിത്യാദി കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഖബർ സിയാറത്ത് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം കടന്നു വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ജാബിർ ഇബ്നു അബ്ദില്ല അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബറ വഅൻ യഖഉദ അലൈഹി വഅൻ യബ്നിയ അലൈഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു അൻ യുജസ്സിസൽ ഖബർ, ഖബറുമ്മ കുമ്മായമിടുന്നത്, കുമ്മായം തേക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അലൈഹി, അതിന്മേൽ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിച്ചിട്ടുണ്ട്. അതിനോട് കാണിക്കുന്ന, ഖബറിനോട് കാണിക്കുന്ന അനാദരവാണത്. അലൈഹി, അതേപോലെ തന്നെ ഖബർ കെട്ടിപ്പൊക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അധികം ആളുകളും
നമ്മുടെ നാടുകളിൽ ഖബർസ്ഥാനുകളിൽ കണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഖബറിൻ്റെ അരികിൽ പോയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. നേരെ മറിച്ച് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നത് അള്ളാന്റെ റസൂല് വിരോധിച്ചിട്ടുള്ള, കുമ്മായം തേച്ചിട്ടുള്ള, കെട്ടിപ്പൊക്കിയിട്ടുള്ള ഖബറിൻ്റെ അരികിലേക്കാണ് അവർ കടന്നു ചെല്ലുന്നത്. അവിടെയുള്ള ആളുകളോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അവിടെയുള്ള ആളുകളോടാണ് അവർ സങ്കടം പറയുന്നത്, അവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, നസാറാക്കളെയും യഹൂദികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്ത് കാരണത്താൽ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ പിന്നെ ആരാധന കേന്ദ്രങ്ങളാക്കി, അവരാരാധന നടത്തുന്ന ഇടങ്ങളാക്കി അതിനെ മാറ്റി. അവരുടെ അമ്പിയാക്കന്മാരുടെ, അവരുടെ പിന്നെ നേതാക്കന്മാരുടെ ഖബറിൻ്റെ മുമ്പിൽ പോയി അവർ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതേ ഒരു പ്രാർത്ഥന തൻ്റെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ആളുകളെന്നും അതേപോലെ തന്നെ നല്ല ആളുകളെന്നും അറിയപ്പെട്ടിരുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കെത്തി. അവിടുന്നും മാറി നമസ്കരിക്കാത്ത, കുളിക്കാത്ത, നോമ്പെടുക്കാത്ത, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത, ഒരു നിലക്കും ഇസ്ലാമുമായി ബന്ധം പുലർത്താതെ ജീവിച്ചിരുന്ന പല ആളുകളും മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അവരെ വിളിച്ചാരാധിക്കുന്ന അവസ്ഥാവിശേഷം വരെ ഇന്ന് കേരളക്കരയിൽ മുസ്ലിം ഉമ്മത്തിലുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖബറിൻ്റെ സുജൂദ് ചെയ്യുന്ന അവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഖബറിന് സുജൂദ് ചെയ്യുന്ന സമസ്ത വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതന്മാരുടെ വീഡിയോ ക്ലിപ്പുകളടക്കം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആരാ പ്രിയമുള്ളവരെ? സുജൂദ്, ഖബറിൽ സുജൂദ് ചെയ്യുന്ന സമ്പ്രദായം കൊണ്ടുവന്നതാരാണ്? ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളും സൂഫികളും തുടങ്ങി വെച്ചിട്ടുള്ള ആചാരമാണ് ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ല തൻ്റെ ശറഹ് മുസ്ലിമിൽ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്നൽ ഖബറ ലാ യുർഫഉ അനിൽ അർളി റഫ്അൻ കസീറൻ വലാ യുസന്നം. ഖബർ അത് ഭൂമിയിൽ നിന്ന് ധാരാളമായി ഉയർത്താൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബൽ യുർഫഉ നഹ്വ ശിബ്ർ, അതൊരു ചാണു മാത്രമേ ഉയർത്താൻ പാടുകയുള്ളൂ. വഹാദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇതാണ് ഇമാം ഷാഫിഈന്റെ മദ്ഹബ് എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബിന്റെ ആളുകളാണെന്ന് അവകാശവാദം പറയുന്ന ആളുകൾ പോലും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ മദ്ഹബിന് വിരുദ്ധമായി കൊണ്ട് ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ സുജൂദ് ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അല്ലും എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, മക്കയിൽ അവിടുത്തെ പണ്ഡിതന്മാർ പൊന്തി നിൽക്കുന്ന ഖബറുകളൊന്നും നിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്ന് മക്കയിലെ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല തൻ്റെ അല്ലും എന്നുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇന്നു മുതൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. പൊന്തി നിൽക്കുന്ന ഒരു ഖബർ പോലും നിരപ്പാക്കാതെ വിട്ടുപോകരുത് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചിട്ടുള്ളത്, അവിടുന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് പൊന്തി നിൽക്കുന്ന ഖബറുകളെ അത് തച്ച് തരിപ്പണമാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതേ ഉത്തരവാദിത്തം അബുൽ ഹയ്യാജിനെ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് മുസ്ലിം നാമധാരികൾ ഖബറുകൾ നിരപ്പാക്കുന്നതിൽ നിന്നു മാറി അതിനെ പൊന്തിച്ച് വലുതാക്കിയിട്ട് അതിനെ പട്ടുപുതപ്പിച്ച് അവിടെ വിളിച്ച് സുജൂദ് ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റല്ല എന്ന് സമൂഹത്തെ ചിത്രീകരിക്കുന്ന, സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു മാസികയാണ് സുന്നത്തു മാസിക എന്ന് പറയുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ റബ്ബിനല്ലാതെ സുജൂദ് ചെയ്യരുത്.
നിങ്ങൾ റബ്ബിനല്ലാതെ സുജൂദ് ചെയ്യരുത്. എങ്ങാനും മറ്റുള്ള ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അനുവാദം കൊടുക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമായിരുന്നു. പക്ഷേ അതുപോലും ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ആരാധനയുടെ ഭാഗമായി നടക്കുന്ന സുജൂദ് അത് പിന്നെ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ലെന്ന് ഇത്തരം ആളുകൾ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത് വായിച്ചും ഇത് കേട്ടും ഇത് മനസ്സിലാക്കിയും പൊതുസമൂഹം ഇത്തരം വിശ്വാസങ്ങൾ പേറിക്കൊണ്ട് ഇത്തരം ആളുകളുടെ മുമ്പിൽ പോയി കൊണ്ട് സുജൂദ് ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിയാരാണ് മാണൂർ ഉസ്താദ്, മാണൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ തന്നെ ഖബറുണ്ടാക്കിയിട്ട്, കുഴിയുണ്ടാക്കി അവിടെ ഖബറാക്കിയിട്ട് അത് കെട്ടി ഉയർത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവിടെ അദ്ദേഹത്തിൻ്റെ പോരിശയായി കൊണ്ടൊക്കെ അവർ പ്രസിദ്ധീകരിച്ച പല പ്രസിദ്ധീകരണങ്ങളിലും കാണാൻ കഴിയുന്നത് പ്രശ്നപരിഹാരങ്ങളുടെ കേന്ദ്രമായിരുന്നു മാണൂർ ഉസ്താദ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതേതു പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഏതേത് പ്രതിസന്ധികളുണ്ടോ, മാണൂർ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് ഉയർത്ത് കൈകൾ, അള്ളാഹുവിനോട് പറയും നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതേത് അലട്ടുന്ന പ്രശ്നങ്ങളും റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്ക്, പരിഹാരം തരുന്നവൻ റബ്ബാണ് എന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആൾ ദൈവങ്ങളിലേക്കും മക്കബറുകളിലേക്കും ആളുകളെ ചെന്നെത്തിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഖബർ സന്ദർശനം എന്ന് പേരു പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഖബറാരാധന ഇന്ന് സമൂഹത്തെ വ്യാപകമായി പഠിപ്പിച്ചുകൊണ്ട് എന്താണോ അമുസ്ലിം നാമധാരികൾ ഇരുത്തിയിട്ടുള്ള ബിംബത്തെ ആരാധിക്കുമ്പോൾ കിടത്തിയിട്ടുള്ള ബിംബത്തെ ആരാധിക്കുന്നതിലേക്ക് മുസ്ലിം നാമധാരികളെ ചെന്നെത്തിക്കുന്ന പുരോഹിതന്മാരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പല സുഖങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നത് സ്വർഗത്തിനു വേണ്ടിയിട്ടാണ്. പല ഇച്ഛകളെയും നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുന്നത് സ്വർഗത്തിനു വേണ്ടിയാണ്. പക്ഷേ അവിടെ നമ്മുടെ വിശ്വാസത്തിൽ കളങ്കം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏതേത് അമലുകൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളോട് പടപൊരുതിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടും കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് മുസ്ലിം സമൂഹത്തിലേക്ക് ശിർക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് മഹാന്മാരോടുള്ള സഹായതേട്ടം എന്ന് പറയുന്നത്. നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട ബദരീങ്ങളുടെയും അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷേഖിനെയും വിളിച്ച് സഹായം തേടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സഹായം തേട്ടം അത് പ്രാർത്ഥനയാണ് എന്നും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇത്തരം വിളികൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുകയാണ് ഇത്തരം പ്രാർത്ഥനയിലൂടെ വിളികളിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം. കോഴിക്കോട്ടുകാരനായിട്ടുള്ള CM മടവൂരിൻ്റെ വലിയ പോരിശയുമായിട്ട് ഇരു സമസ്തയിലെ പല വിഭാഗങ്ങളും പല നിലക്കും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവരിറക്കിയ പോരിശ പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ പറയുന്നത് 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് എന്ന് CM മടവൂരിൻ്റെ പോരിശയായിക്കൊണ്ട് ബദറിൽ പങ്കെടുത്ത 313 സ്വഹാബികൾക്ക് പകരം ഞാൻ ഒറ്റക്കു മതി എന്ന് CM മടവൂരിനെ കുറിച്ച് പോരിശ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു മാസത്തിന് മുമ്പ് ഇതേ CM മടവൂരിൻ്റെ മക്കാമിൽ നിന്ന് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണം കളവ് പോയപ്പോൾ അവിടുത്തെ CCTV പരിശോധിക്കാനും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനും അവിടുത്തെ ഭാരവാഹികൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തേ ഇത്തരം ആളുകൾക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കാര്യത്തോടടുക്കുമ്പോൾ അവർ പല ദുനിയാവിൽ ഏതേതു മനുഷ്യനും സമീപിക്കുന്ന നിയമപാലകരെയും അതേപോലെ തന്നെ ഇത്തരം സംവിധാനങ്ങളിലേക്കും ആളുകൾ തിരിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും ആദരവിൽ നിന്ന് അത് ആരാധനയിലേക്ക് എത്തുന്ന കൊടിയ ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൊഹീദ്ദീൻ ഷേഖിനെ റഹിമഹുല്ലയെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇവിടെ ഒരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ
കുൻ ഫയകൂൻ എന്നുള്ളതാണ്. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാകും. ഇതേ ദറജയിലേക്ക് മുഹൈദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയെ എത്തിച്ചിട്ട് അള്ളാഹുവിൻ്റെ മഖാമിലേക്ക് ഉയർത്തുന്ന അവസ്ഥാവിശേഷം വരെ ഇവർ പറഞ്ഞു പരത്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, നമുക്കറിയാം മക്കയുടെയും മദീനയുടെയും പോരിശ എന്ന് പറയുന്നത് അവിടെ വെച്ച് ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്, അവിടെ വെച്ച് ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയാണ് എന്നുള്ളത് അറിയാത്തവരായി നമ്മളിൽ ആരുമില്ല. എന്നാൽ ഇതേ പുണ്യഭൂമിയിൽ വെച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളെ കാക്കണം, ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹാരം നൽകണം, അള്ളാഹുവിൻ്റെ റസൂലെ നിന്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു, ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിലാണ്, ഞങ്ങളെ കാക്കണമെന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് സമൂഹത്തെ പഠിപ്പിച്ചവരുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ നമ്മൾ പഠിക്കേണ്ടത്. നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിന് വെള്ളം കോരി കൊടുക്കുമ്പോൾ, ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ ചില വിഭാഗങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അവർക്കും പ്രവാചകനും ഇടയിൽ മറവിടുമെന്നാണ്. അപ്പം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, അള്ളാഹുവേ എന്തവർക്ക് വെള്ളം കൊടുത്താൽ, ഇവരെൻ്റെ സമൂഹമല്ലേ, ഇവരെൻ്റെ സമുദായമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ശേഷം ദീനിലില്ലാത്തത് പലതും കൂട്ടിച്ചേർത്തവനാനവർ എന്ന് പറയുമ്പോൾ സുഹഖൻ സുഹഖ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി, മാറിപ്പോകാൻ വേണ്ടി ആ ബിദ്അത്തിന്റെ ആളുകളോട് പറയുമെന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും ലൈവായി കാണുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. അങ്ങനെ ചോദിക്കുമെന്ന് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കളവ് പറയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തീർന്നില്ല, റസൂലിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ആളുകൾ. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ വ്യഭിചാരോപണമുണ്ടായപ്പോൾ 1 മാസക്കാലം തൻ്റെ ഭാര്യയെ തൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. റസൂലിന് കാണാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അറിയാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആ 1 മാസക്കാലം അള്ളാഹുവിൻ്റെ വിധി ഇറങ്ങുന്നത് വരെ, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം ഇറങ്ങുന്നത് വരെ എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതൊന്നും അറിയാതെ പോയി? എന്റെ പ്രവാചകൻ ഇതൊന്നും അറിയാതെ പോയത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരാശയാദർശമാണോ ഇവിടെ പഠിപ്പിച്ചത് അതിന് നേരെ വിപരീതമായി കൊണ്ടാണ് ഇന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇല്ല ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നുണ്ട്. എങ്കിലും ചില ആളുകൾ പറയാറുള്ളത്, ഞങ്ങൾ മഹാന്മാരോട് വിളിച്ചു തേടുന്നത്, ഞങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നത് അത് അവരോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ്, അവരോട് പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്താണോ മുശ്രിക്കീങ്ങളുടെ വാദമായി പഠിപ്പിച്ചു തന്നത് അതേ വാദം തന്നെയാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ മക്ക മുശ്രിക്കീങ്ങളുടെ തൽബിയത്തുണ്ടായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല, ഒരാളൊഴികെ, അവൻ നീ ഉടമപ്പെടുത്തിയവനാണ് എന്ന് പറഞ്ഞിട്ടാണ് അത്തരം ആളുകളോട് അവർ പ്രാർത്ഥന നടത്തിയിരുന്നത്. എന്നാൽ ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത്, മമ്പുറന്തങ്ങളെ വിളിക്കുന്നത്, ഇത്തരം ആളുകളെ വിളിക്കുന്നത് അള്ളാഹുവിനോട് പിന്നെ അടുപ്പം സിദ്ധിച്ചിട്ടുള്ള, അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അള്ളാഹുമായി അടുത്ത ആളുകളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 2-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനാണ്. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 2-ാമത്തെ ആയത്ത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. മക്ക മുശ്രിക്കീങ്ങൾ അവർ പറഞ്ഞിരുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, മാ നഅ്ബുദുഹും, ഞങ്ങൾ ഇത്തരം ആളുകളെ, മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല,
ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വദ്ദിനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ സുവാഇനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ യഗൂസിനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ നസ്റിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് മക്ക മുശ്രിക്കീങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മമ്പുറന്തങ്ങളെ വിളിക്കുന്നത്, ഞങ്ങൾ അജ്മീരിലെ ആളെ വിളിക്കുന്നത്, ഞങ്ങൾ ഭീമാ പള്ളിയിലെ ആളെ വിളിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ എന്തൊരു വാദമാണോ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, അതേ വാദം തന്നെയാണ് ഇന്നും സമസ്തയിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മാലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യുന്നില്ല. വയഖൂലൂൻ, എന്നിട്ടും അവർ പറയുന്നു ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് ശുപാർശകരായിട്ടാണ് ഞങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം വാദങ്ങൾ പറഞ്ഞിട്ടുള്ള പല മുസ്ലിയാക്കന്മാരെയും ഇന്നും സമൂഹത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എന്നും, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്നുള്ളത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എന്നും, രണ്ടും സ്പീഡിൽ വ്യത്യാസമുണ്ട്. മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ള വാദമാണ് അതിലൂടെ പറയുന്നത്. അതിന് നിരന്തരമായ ചോദ്യം വന്നപ്പോൾ ഇപ്പൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബിരിയാണി കഴിക്കുന്നത് പോലെയും, അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സാദാ ചോറ് കഴിക്കുന്നത് പോലെയും എന്നുള്ള ഒരു തൻ്റെ വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞ് തടി കഴിച്ചലാക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സമൂഹത്തിൽ പച്ചയായ ശിർക്ക് പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ അവരവരുടെ വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ, അവരവരുടെ പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ ഉമ്മത്തിനെ തികച്ചും നരകത്തിലേക്ക് വഴി നടത്തുകയാണ് ഇത്തരം യാത്രകളിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലകളുടെ ചരിത്രങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ ശിർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മുടെ നാവിൽ എത്തുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. എന്താ പറയുന്നത്? ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ബലി അറുക്കുന്നു എന്ന്. അപ്പോൾ ബലികർമ്മം എന്ന് പറയുന്നത്, അറവ് എന്നുള്ളത് ആർക്ക് വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും അറവ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് ശിർക്കാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും, തെളിയിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ ഇന്ന് മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ അറവ് നടത്തുന്നവരുണ്ട്, അതേപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നവരുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള പല ആളുകളുടെ പേരിലും അറവ് നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നതുണ്ട്. ഇങ്ങനെ എന്നിട്ട് സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തൻ്റെ വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു നിലക്കും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല, സമൂഹത്തിൻ്റെ പതനത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുള്ള തിരിച്ചറിവ് അത്തരം ആളുകൾക്കുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യം ചെയ്യലാണ്. പല ആളുകളും തൻ്റെ ഉപ്പയെ പിടിച്ച്, അതേപോലെ തന്നെ ഉമ്മയെ തൊട്ട്, ഖുർആനിനെ തൊട്ട്, അതേപോലെ തന്നെ എൻ്റെ മക്കളാണ് സത്യം, അതേപോലെ തന്നെ പലതിനെയും തൊട്ട് സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുകയാണ് എങ്കിൽ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുകയാണ് എങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിറായി, ഔ അശ്റക, അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് അത് കുഫറാണ്, അത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ അത്തരം സത്യങ്ങൾ ഇടുക എന്നുള്ളത് ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ കഅബയാണ് സത്യമെന്ന് പറയുമ്പോൾ അവിടുന്ന് തിരുത്തി കൊടുക്കുകയാണ്. ഫഖാല ഇബ്നു ഉമർ ലാ യുഹ്ലഫു ബിഗൈരില്ലാ ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന
അറിയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ കഅബയാണ് സത്യമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അല്ലാത്ത ഒരാളുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അഞ്ചാമത്തെ ശിർക്ക് ഉമ്മത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു കാര്യമാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ചയുടെ പേരിൽ പല ശിർക്കുകളും ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിർബന്ധമല്ലാത്ത ഒരു ആരാധന അത് ചെയ്യുമെന്ന് തീരുമാനമെടുക്കുന്നതിലോടുകൂടി അത് തനിക്ക് നിർബന്ധമായി തീരുന്നു. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് ഒരു മുസ്ലിമിന് നിർബന്ധമല്ല, സുന്നത്താണ്. എന്നാൽ ഈ വരുന്ന തിങ്കളാഴ്ച നാളെ ഞാൻ നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് നാളത്തെ നോമ്പ് എന്തായി? ഫർളായി മാറി. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തിയ നേർച്ച ഇതാണ് എന്നുള്ളതാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അല്ലാഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ നേർച്ചയുടെ പേരിൽ കൊട്ടുകൾ വേണ്ടതില്ല. ആ നേർച്ചയുടെ പേരിൽ പിന്നെ കൊടി ഉയർത്തേണ്ടതില്ല. ആ നേർച്ചയുടെ പേരിൽ പിന്നെ ആനകളെ ആനയിക്കേണ്ടതില്ല. ആ നേർച്ചയുടെ പേരിൽ ബാൻഡ് സെറ്റിന്റെ ആവശ്യമില്ല. നാളത്തെ നോമ്പെടുക്കാൻ എനിക്കൊരു ആനയുടെയും ആവശ്യമില്ല. നാളത്തെ നോമ്പെടുക്കുന്നതിന് വേണ്ടി എനിക്കൊരു ബാൻഡ് മേളത്തിന്റെ ആളുകളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നാളത്തെ നോമ്പെടുക്കുന്നതിന് വേണ്ടി എനിക്കൊരു കൊടിയും ഉയർത്തേണ്ട ആവശ്യമില്ല. എനിക്കൊരു പള്ളിയിലേക്കും യാത്ര തിരിക്കേണ്ട ആവശ്യമില്ല. റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് പിന്നെ ആരവത്തോടുകൂടി നടന്നു പോകേണ്ട ആവശ്യമില്ല. ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ചെയ്യുന്നതിന് വേണ്ടി. അതല്ലാത്ത ബിദ്അത്തും അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഖബറും മക്ബറയും ബേസ് ചെയ്തിട്ടാണ് ഇന്ന് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ചകളും ഉള്ളത്. പട്ടാമ്പി എടുത്താലും കൂറ്റനാട് എടുത്താലും ഇത് രണ്ടും എൻ്റെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ രണ്ട് ഖബറുകൾ ബേസ് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് നേർച്ചകൾ നടക്കുന്നത്. എന്നാൽ അവിടെ കൃത്യമായി ശിർക്കൻ ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ട സത്യങ്ങളാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നേർച്ചയുടെ പേരിൽ പിന്നെ സമൂഹത്തിൽ ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ടുവരുന്ന പുരോഹിതന്മാർ അവർക്ക് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രയാണ് എന്നും ഞങ്ങളെ 100 വർഷം ഞങ്ങൾ പിന്നിട്ടു എന്ന് അവകാശവാദം പറയാൻ അർഹതയില്ല എന്നും നരകത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഇത്രയും കാലം നിങ്ങൾ എടുത്തത് എന്നും പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, തീർന്നില്ല. അനിസ്ലാമികമായിട്ടുള്ള മന്ത്രങ്ങളും ഏലസുകളും സമൂഹത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. ഉറുക്ക്, ഏലസ് ഇതുപോലെയുള്ളതൊക്കെ എന്താണ്? ശിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് ധരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ഒരു പിന്നെ മടിയുമില്ലാതെ അവിടുന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. ഏലസ് എന്ന് പറയുന്നത് ശിർക്കാകുന്നതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട്. ശിർക്കല്ലാത്ത ഏലസ് കിട്ടാനാണ് ഞങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്ന് ഒരു നാണവുമില്ലാതെ, ഒരു റബ്ബിനെ പേടിക്കാതെ സമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ തമീമത്ത് കെട്ടുന്നത്, ഏലസ് ധരിക്കുന്നത് രോഗിയാണ് എങ്കിൽ കുട്ടികൾക്ക്, അതേപോലെ തന്നെ വാഹനങ്ങൾക്ക്, മൃഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ പൊതുവെ തമീമത്ത് ധരിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് 9 അംഗ സംഘം വരികയാണ്. 9 അംഗ സംഘം വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ബൈഅത്ത് ചെയ്യാണ്. 8 പേരിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് സ്വീകരിച്ചു. ഒരാളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് സ്വീകരിച്ചിട്ടില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്ന അലൈഹി തമീമത്തുൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസുണ്ട്. അവിടെ റസൂൽ ചോദിച്ചില്ല അത് ശിർക്കായ ഏലസാണോ ശിർക്കല്ലാത്ത ഏലസാണോ എന്ന് റസൂൽ ചോദിച്ചിട്ടില്ല. ഏലസ് കെട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ബൈഅത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് കിട്ടുന്നതിൻ്റെ പിന്നിൽ എന്താ ലക്ഷ്യം? പിന്നെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി. അതേപോലെ തന്നെ പ്രതീക്ഷ അള്ളാഹുവിലാണ് അർപ്പിക്കേണ്ടത്. എന്നാൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് തൻ്റെ പിന്നെ പ്രതീക്ഷകൾ മുഴുവൻ ഈ ഏലസിൽ അർപ്പിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഇത് പിന്നെ പറയുന്ന ഉസ്താദിന്റെ കമന്റ് ബോക്സിൽ ചെന്നപ്പോൾ ഉസ്താദ് എത്രണ്ണം കെട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ്. കാരണം ഇത് സമൂഹത്തെ ഇങ്ങനെ കെട്ടണം പറഞ്ഞ് പഠിപ്പിക്കുക. അവനാൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് ശിർക്കാന്നറിയാം.
ഇത് ശിർക്കാന്നറിയാം, സമൂഹത്തെ പഠിപ്പിക്കാൻ പേടില്ല, അവനാൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പേടിയുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രമാത്രം വിരോധാഭാസമാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തെ പഠിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും. മൻ തഅല്ലക ശൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ്, അവൻ അതിലേക്കാണ് തവക്കുൽ ചെയ്യുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെന്നാണ്. എന്നാൽ അള്ളാഹുവിൽ നിന്ന് തവക്കുൽ ചെയ്യുന്നതിൽ നിന്ന് മാറി അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മന്ത്രം എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുന്ന ദുആ ചൊല്ലിക്കൊണ്ട് നമുക്ക് തന്നെ മന്ത്രിക്കാം. അതിനൊരു ഉസ്താദിൻ്റെ ആവശ്യമില്ല, അതിനൊരു സിദ്ധൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇത്തരം ഏലസുകളും ഇത്തരം കാര്യങ്ങൾക്കും വേണ്ടി ഏതെങ്കിലും ഒരു സിദ്ധൻ്റെ അടുത്ത് പോകുന്നു, ഇന്ന കാര്യങ്ങൾക്കാണ് എങ്കിൽ ഇത്ര റേറ്റ്, ഇന്നതിനെ കുറച്ചും കൂടി പെട്ടെന്ന് മാറണമെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കൂടും. ഇങ്ങനെ പല റേറ്റുകളിലാണ് എന്ത് ചെയ്യണത് ഇത്തരം ആളുകൾ സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനർത്ഥം ഇതൊക്കെ ഒരു ബിസിനസ്സാണ് എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, ദീന് വിറ്റ് കാശാക്കുന്ന ഏർപ്പാടാണ് ഇത്തരം ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്, സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. സമൂഹത്തിന് അതിന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രമാണവിരുദ്ധമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എങ്ങാനും ഇതിലേതെങ്കിലും ഒരു ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളേറെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. ഒന്നാമത്തെ അപകടമെന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ പാപമാണ്. വ്യഭിചരിക്കുന്നതിനേക്കാൾ, കള്ള് കുടിക്കുന്നതിനേക്കാൾ, അതേപോലെ തന്നെ കൊല നടത്തുന്നതിനേക്കാൾ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിനർത്ഥം മറ്റുള്ളൊന്നും ചെറുത് എന്നുള്ളതല്ല, ഏറ്റവും ഗൗരവമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, അയ്യു ദൻബി അഅദമു ഇൻദല്ലാഹ്, അള്ളാൻ്റെ അരികിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്, ഏറ്റവും വലിയ തെറ്റേതാണ് എന്ന് ചോദിക്കുമ്പോൾ, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചവനായിരിക്കെ അവനെ സമന്മാരെ നിശ്ചയിക്കലാണ്, അവനെ പങ്കാളികളെ നിശ്ചയിക്കലാണ് ഏറ്റവും വലിയ ശിർക്ക് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ഉൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങൾ മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൊന്നാമത്തെ എണ്ണിയത് ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത് ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന, സബ്ഉൽ മൂബിഖാത്ത് 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂൽ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഏതാണ് റസൂലെ? അതിലൊന്നാമത്തത് എണ്ണിയത്, അതായത് ഏറ്റവും ഗൗരവമുള്ളത് ആദ്യം പറയാം. ഒന്നാമത്തെ എണ്ണിയത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ അപകടമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കുകയില്ല ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി മടങ്ങിയിട്ടല്ലാതെ നമ്മുടെ പാപം അള്ളാഹു ആ ശിർക്ക് പുറത്തു വരുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹു പൊറുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, മറ്റുള്ള പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊറുത്തു തന്നെന്ന് വരാം. എന്നാൽ ശിർക്ക്, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി തൗബ ചെയ്തു മടങ്ങിയാലല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു വരൂല. ബാക്കിയുള്ളത് ഒരുപക്ഷെ റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു നിന്ന് വരാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. നാലാമത്തെ അപകടമെന്ന് പറയുന്നത് സ്വർഗം നിഷിദ്ധമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിന് വേണ്ടിയിട്ട്. നമ്മൾ നിസ്കരിക്കണം എന്തിനാ? സ്വർഗത്തിന് വേണ്ടി. നമ്മൾ നോമ്പെടുക്കണം എന്തിനാ? സ്വർഗത്തിന് വേണ്ടി. നമ്മൾ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നത് എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പല ദുൽമുകളും ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ മുന്നിലുണ്ടായിട്ട് നമ്മളതിന് മാറി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ ഗൗരവമാണ് ശിർക്ക് എന്നുള്ളത്. അത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, എത്ര അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടും കാര്യമില്ല. ശിർക്ക് ജീവിതത്തിലുണ്ടോ, സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. വമഅവാഹുൻ നാർ, അവൻ്റെ സങ്കേതമെന്ന് പറയുന്നത് നരകമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൻ നാർ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ
അവൻ നരകത്തിലാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ അപകടമെന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ ലഹബിത അൻഹും അമലുഹും മാ കാനൂ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുള്ളതായ എല്ലാ അമലുകളും അത് നിഷ്ഫലമായി പോകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമസ്കരിച്ച നമസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല. ശിർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരടുത്ത നിമിഷം മരണപ്പെടുന്നത് എങ്കിൽ 19 കൊല്ലം നിസ്കരിച്ച ആളല്ലേ, അത് അതിനുള്ള പ്രതിഫലം കൊടുക്കുക. 19 കൊല്ലക്കാലം നോമ്പെടുത്തതല്ലേ, ഉമ്മാനെ നോക്കിയതല്ലേ, വാപ്പാനെ നോക്കിയതല്ലേ, കുടുംബം പോറ്റിയതല്ലേ, ഒരുപാട് ഹറാമുകൾ ചെയ്യാതെ ജീവിച്ച ആളല്ലേ. പക്ഷെ അവസാനത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, സാരല്ല, അതിനൊക്കെയുള്ള പ്രതിഫലം കൊടുക്കുക. അങ്ങനെ ഇല്ല പ്രിയമുള്ളവരെ. ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, എല്ലാ അമലും ബാത്തിലായി പോകും. എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി, ശിർക്ക് ജീവിതത്തിലുണ്ടോ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ആറാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അല്ലേ. ഇന്ന് അധികം ആളുകൾക്കും ഇല്ലാത്തൊരു സംഗതിയാണ്, സ്വസ്ഥത ഇല്ല, മനസ്സമാധാനമില്ല, എന്നും ടെൻഷനാണ്, പ്രശ്നങ്ങളാണ് എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഞാൻ എണ്ണിപ്പറഞ്ഞ സമൂഹത്തിൽ ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അമലും സ്വീകരിക്കൂല, സ്വർഗം കിട്ടൂല, ഇവിടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന നിലയ്ക്ക് ഓരോന്ന് വരും. യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഹറമിന എന്നാണ് പറഞ്ഞത്. അവിടെ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നു. സ്വസ്ഥത അതോടുകൂടി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരു സുഖം സൗകര്യവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ജോലി സ്ഥലത്ത് പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, മക്കളുടെ വിഷയത്തിൽ പ്രശ്നം, അതേപോലെ തന്നെ താൻ താമസിക്കുന്ന റൂമിൽ പ്രശ്നം, പിന്നെ താനുമായി ബന്ധപ്പെട്ട ബിസിനസ് മേഖലയിൽ പ്രശ്നം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഒരു മുന്നോട്ട് പോകുക. അതുകൊണ്ട് എല്ലാ നിലക്കും പതനങ്ങളായിരിക്കും, എല്ലാ നിലക്കും പ്രശ്നങ്ങളായിരിക്കും ശിർക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ഓരോ ശിർക്കുകളും എന്തൊരു സംഗതി നമ്മൾ ചെയ്യുമ്പോഴും ഇത് അല്ലാഹു പഠിപ്പിച്ചതാണോ, ഇത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതാണോ, ഇത് പ്രമാണത്തിലുള്ളതാണോ എന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി അള്ളാഹ് തന്നിട്ടുണ്ട്. ഇത് എനിക്കൊന്നും അറിയില്ല, കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഞാനത് പോലെ ചെയ്യുക എന്നുള്ളതല്ല. അള്ളാഹ് ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നീ അള്ളാഹിലേക്ക് മടങ്ങ്, റസൂലിലേക്ക് മടങ്ങ്. അതായത് ഖുർആനും സുന്നത്തും നോക്ക്, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ. എന്തൊരു നന്മയായി പഠിപ്പിച്ചിരുന്നെങ്കിലും നമ്മൾ ആദ്യം ചെയ്യണം, ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, ഇത് റസൂലിൻ്റെ ചര്യയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ വാപ്പ ചെയ്തിക്കണോ, ഇന്ന ഉസ്താദ് ചെയ്തിക്കണോ, നമ്മളെ നാട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ, നാട്ടിൽ 5 വക്ത് പള്ളിയിൽ വരുന്ന കാക്ക ചെയ്യലുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത്. ഒരു നന്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഇത് നന്മയാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇത് അള്ളാഹിൻ്റെ റസൂല് ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആദ്യത്തെ ഓഡിയൻസ് ആയിട്ടുള്ള സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ, ഉത്തമരായിട്ടുള്ള 3 തലമുറ ഇത് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലേ, അതിൻ്റെ വാപ്പ ചെയ്താലും ശരി, എൻ്റെ ഉമ്മ ചെയ്താലും ശരി, നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ചെയ്താലും ശരി, ഞാൻ അതിനില്ല എന്നുള്ളത് ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, ഭൗതികമായ പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയും കഴിവും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ദീനിൻ്റെ എല്ലാ നന്മകളും, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാനും, പിന്നെ ദീനുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, വഹീദായി ജീവിക്കാനും അങ്ങനെ വഹീദായി മരണപ്പെടാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബഗുനാ സിഗാറ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ آخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.